നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. യുഎഇയിൽ കോവിഡ് രോഗികളുടെ എണ്ണം 1000-ൽ താഴെ തുടരുന്നു. ഇന്ന് 882 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ചികിത്സയിലായിരുന്ന 2294 പേരാണ് രോഗമുക്തരായത്. രാജ്യത്ത് കോവിഡ് ബാധിച്ച് 2 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ നടത്തിയ 3,98,902 കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ 8,72,210 പേർക്ക് യുഎഇയിൽ കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരിൽ 8,13,926 പേർ ഇതിനോടകം തന്നെ രോഗമുക്തരായി. 2,292 പേരാണ് രാജ്യത്ത് ആകെ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടത്. നിലവിൽ രാജ്യത്ത് 55,992 കോവിഡ് രോഗികളാണ് ചികിത്സയിലുള്ളത്. ഖത്തറിൽ 447 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം വ്യാഴാഴ്ച അറിയിച്ചു. ചികിത്സയിലായിരുന്ന 1,182 പേർക്ക് കൂടി രാജ്യത്ത് രോഗമുക്തി നേടി. ആകെ 3,45,636 പേരാണ് ഇതുവരെ രോഗമുക്തരായിട്ടുള്ളത്. പുതിയതായി സ്ഥിരീകരിച്ച കോവിഡ് കേസുകളിൽ 383 പേർക്ക് സമ്പർക്കത്തിലൂടെയും 64 പേർ വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയവരുമാണ്. കോവിഡ് ബാധിച്ച് പുതിയതായി 2 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 660 പേരാണ് ഖത്തറിൽ ആകെ കോവിഡ് ബാധിച്ച് മരിച്ചത്. ആകെ 3,52,894 പേർക്കാണ് രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. സൗദിയിൽ 1,569 പുതിയ കോവിഡ് രോഗികളും 2,847 രോഗമുക്തിയും രേഖപ്പെടുത്തി. ഇതോടെ ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ കോവിഡ് കേസുകളുടെ എണ്ണം 7,35,958 രോഗമുക്തരുടെ എണ്ണം 7,04,896 ആയി. ഒരു മരണവും പുതിയതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ രാജ്യത്തെ ആകെ മരണം 8,978 ആയി. നിലവിൽ 22,084 പേർ രോഗം ബാധിച്ച് ചികിത്സയിലുണ്ട്. ഇവരിൽ 962 പേരാണ് ഗുരുതരാവസ്ഥയിലുള്ളത്. ഇവർ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ബാക്കിയുള്ളവരുടെ നില തൃപ്തികരമാണ്. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 95.77%, മരണനിരക്ക് 1.21%. വെള്ളിയാഴ്ച രാവിലെ യുഎഇയുടെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത മൂടൽമഞ്ഞ് അനുഭവപ്പെട്ടു. വാഹനം ഓടിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. രാജ്യത്തിന്റെ ഉൾപ്രദേശങ്ങളിൽ ദൂരക്കാഴ്ച കൂടുതൽ തടസ്സപ്പെടാൻ സാധ്യതയുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട്. മൂടൽമഞ്ഞ് രൂപപ്പെട്ട സ്ഥലങ്ങളിൽ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വാഹനങ്ങൾ ഓടിക്കുന്നവർ റോഡുകളിൽ അതീവ ജാഗ്രത പുലർത്തണമെന്നും എല്ലാ ഗതാഗത നിയമങ്ങളും കർശനമായി പാലിക്കണമെന്നും അബുദാബി പോലീസ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ആവശ്യപ്പെട്ടു. സൗദി അറേബ്യയിലെ പള്ളികളിലും സർക്കാർ ഓഫീസുകളിലും ഷോർട്സ് ധരിച്ച് പ്രവേശിച്ചാൽ ഇനി മുതൽ പിഴ ലഭിക്കും. 250 റിയാൽ മുതൽ 500 റിയാൽ വരെയായിരിക്കും പിഴ. ഇതുമായി ബന്ധപ്പെട്ട നിയമാവലിയിലെ ഭേദഗതി സൗദി ആഭ്യന്തരമന്ത്രി കഴിഞ്ഞ ദിവസം അംഗീകരിച്ചു. പള്ളികളിലും സർക്കാർ ഓഫീസുകളിലും ഒഴികെ പൊതുസ്ഥലങ്ങളിൽ ഷോർട്സ് ധരിക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമല്ല. രാജ്യത്തെ പൊതു അഭിരുചിയുമായി ബന്ധപ്പെട്ട നിയമാവലിയിൽ നേരത്തെ 19 നിയമലംഘനങ്ങളും അവയ്ക്കുള്ള ശിക്ഷകളുമാണ് ഇതുവരെ ഉൾപ്പെടുത്തിയിരുന്നത്. ഇതിനോടൊപ്പമാണ് ഇപ്പോൾ സർക്കാർ ഓഫീസുകളിലും പള്ളികളിലും ഷോർട്സ് ധരിക്കുന്നതിനുള്ള പിഴ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബഹ്റൈൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തുന്ന യാത്രക്കാർക്ക് ഫെബ്രുവരി 20 ഞായറാഴ്ച മുതൽ രാജ്യത്ത് പ്രവേശിക്കുന്നതിന് കോവിഡ് PCR പരിശോധന നടത്തേണ്ടതില്ല. രാജ്യത്തേക്ക് എത്തുന്ന എല്ലാവരുടെയും മുൻകരുതൽ ക്വാറന്റൈൻ നടപടികളും റദ്ദാക്കിയിട്ടുണ്ട്. പുതിയ കോവിഡ് സാഹചര്യങ്ങൾ വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കോവിഡ് പ്രതിരോധ സമിതിയുടെ പുതിയ തീരുമാനം. സൗദിയിലെ വിവിധ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് സർവീസ് നടത്തുന്നതിന് എമിറേറ്റ്സ് എയർലൈൻസുമായി കരാറിൽ ഒപ്പുവെച്ച് ടൂറിസം മന്ത്രാലയം. റിയാദ്, ജിദ്ദ, മദീന ഉൾപ്പെടെയുള്ള രാജ്യത്തെ വിവിധ ടൂറിസം കേന്ദ്രങ്ങളിലേക്കാണ് സർവീസുകൾ വർദ്ധിപ്പിക്കുക. ഇതോടെ സൗദിയിൽ നിന്ന് എമിറേറ്റ്സ് എയർലൈൻസിന്റെ സർവീസുകളും വർദ്ധിപ്പിക്കും. സൗദി ടൂറിസം അതോറിറ്റിയും യുഎഇ ആസ്ഥാനമായ എമിറേറ്റ്സ് വിമാന കമ്പനിയും തമ്മിലാണ് ധാരണയിലെത്തിയത്. സൗദിയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് കൂടുതൽ വിമാന സർവീസുകൾ നടത്തുന്നതിനാണ് കരാർ. ധാരണയനുസരിച്ച് കമ്പനിയുടെ സർവീസുകളുടെ എണ്ണവും
ശേഷിയും വർദ്ധിപ്പിക്കും. UAE-ൽ നിന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ യാത്രയ്ക്ക് മുൻപുള്ള PCR പരിശോധന ഒഴിവാക്കി ഗോ എയർ. ഇന്ത്യയിൽ നിന്ന് വാക്സിൻ എടുത്തവർക്കാണ് ഇളവ് നൽകിയിരിക്കുന്നത്. മറ്റ് എയർലൈനുകൾ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം ദുബായ്, ഷാർജ വിമാനത്താവളങ്ങളിൽ ഇൻഡിഗോ എയർലൈനും ഇത്തരത്തിൽ യാത്ര അനുവദിക്കുന്നുണ്ട്. എയർ സുവിധയിൽ സെൽഫ് ഡിക്ലറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകണമെന്ന ഗോ എയറിന്റെ നിർദ്ദേശത്തിൽ പറയുന്നു. ഇന്ത്യയിൽ നിന്ന് 2 ഡോസ് വാക്സിൻ പൂർത്തീകരിക്കാത്തവർ 72 മണിക്കൂറിനുള്ളിലെടുത്ത PCR പരിശോധനാ ഫലം ഹാജരാക്കണം. കോവിഡ് ഭീഷണിയില്ലാതെ യാത്ര ചെയ്യാവുന്ന 72 ഗ്രീൻ രാജ്യങ്ങളുടെ പട്ടിക അബുദാബി പരിഷ്കരിച്ചു. പട്ടികയിൽ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങൾ ഇടം പിടിച്ചിട്ടില്ല. ഗ്രീൻ രാജ്യങ്ങളിൽ നിന്ന് അബുദാബിയിലേക്ക് വരുന്നവർക്ക് ക്വാറന്റീൻ വേണ്ട. മറ്റു രാജ്യക്കാർക്ക് 10 ദിവസമാണ് ക്വാറന്റീൻ. യാത്രയ്ക്ക് 48 മണിക്കൂറിനകം എടുത്ത PCR നെഗറ്റീവ് ഫലം വേണം. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും വാക്സിൻ ഇളവുള്ളവർക്കും PCR നിർബന്ധമല്ല. വാക്സിൻ എടുത്ത ഗ്രീൻ രാജ്യക്കാർ അബുദാബി വിമാനത്താവളത്തിലും 6ാം ദിവസവും എടുക്കാത്തവർക്ക് വിമാനത്താവളത്തിലേതിന് പുറമെ 9ാം ദിവസവും PCR ടെസ്റ്റ് എടുക്കണം. ക്വാറന്റൈൻ ആവശ്യമില്ല. ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.